السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കോടാനകോടി സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടിയായ മനുഷ്യനായിട്ടാണ് അവൻ നമ്മെ സൃഷ്ടിച്ചത്. അൽഹംദുലില്ലാ. മനുഷ്യരാകുന്ന നാം ഓരോരുത്തർക്കും രോഗങ്ങൾ പിടിപെടാറുണ്ട്. രോഗങ്ങൾ രണ്ട് രീതിയിലുള്ള രോഗങ്ങളാണ് മനുഷ്യനെ ബാധിക്കുന്നത്. ഒന്ന്, അവൻ്റെ ശരീരത്തെ ബാധിക്കുന്ന, ശരീരത്തിൻ്റെ ഓരോരോ അവയവങ്ങളെ ബാധിക്കുന്ന രോഗം, ഹൃദയം, അതുപോലെ തന്നെ കണ്ണ്, കാത്, ഇങ്ങനെയുള്ള അവൻ്റെ അവയവങ്ങളെ ബാധിക്കുന്ന രോഗം. ഈ ശരീരത്തിന് രോഗങ്ങൾ ബാധിക്കുമ്പോൾ അവൻ വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചികിത്സിക്കുമ്പോൾ ആ രോഗത്തിന് ശമനം കിട്ടാറുണ്ട്. ചിലപ്പോൾ ആ രോഗം കാരണമായിട്ട് ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയേണ്ടതായിട്ടും ഉണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തരെയും സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ ആയുസ്സിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ ആയുസ് കഴിഞ്ഞു കടക്കുമ്പോൾ ഓരോരോ കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നാം മരണത്തിന് കീഴടങ്ങേണ്ടതാണ്. ചിലപ്പോൾ നമ്മുടെ മരണത്തിന് കാരണമാക്കി അല്ലാഹു തആല വച്ചിരിക്കുന്നത് ഏതെങ്കിലും രോഗമായിരിക്കും. അങ്ങനെ രോഗത്തിന് കീഴടങ്ങി നാം മരണപ്പെട്ടാൽ നമുക്ക് നശ്വരമാകുന്ന, നൈമിഷികമാകുന്ന ഈ ലോകത്ത് നിന്നായിരിക്കും നാം വിട പറയേണ്ടതായിട്ടുള്ളത്. എന്നാൽ നാം നമ്മുടെ ശരീരത്തെ ചികിത്സിക്കുന്നതിന് വേണ്ടി വലിയ ഉയർന്ന ഹോസ്പിറ്റലുകൾ തേടി, വളരെ വിദഗ്ധന്മാരായ ഡോക്ടർമാരെ തേടി പോകുമ്പോൾ നാം അത്യാവശ്യമായിട്ട് ചികിത്സിക്കേണ്ട നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ഹൃദയത്തിൻ്റെ രോഗങ്ങളെ നാം വിസ്മരിച്ചു പോവുകയാണ്. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന, നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളെ നാം ചികിത്സിച്ചില്ല എങ്കിൽ ഒരിക്കലും അസ്തമിക്കാത്ത കാലാകാലമുള്ള ആഖിറത്തിലെ ജീവിതമായിരിക്കും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. നാം അവിടെയായിരിക്കും പരാജയപ്പെട്ടു പോകുന്നത്. പ്രിയമുള്ളവരെ, എന്താണ് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ? ഒന്നാമതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് അൽ കിബ്റു, അഹങ്കാരമാണ്. മറ്റൊന്ന് അൽ റിയാഉ, ലോകമാന്യതയാണ്. മറ്റൊന്ന് അൽ ഹസദു, അസൂയയാണ്. മറ്റൊന്ന് അൽ ഗളബു, കോപം. അതുപോലെ തന്നെ വഹുബ്ബുൽ മാലി വൽ ജാഹി, പ്രതാപത്തിനോടും സമ്പത്തിനോടുമുള്ള അതിയായ ആഗ്രഹം. മറ്റൊന്ന് സമ്പത്ത് ഉണ്ടായിട്ടും ആ സമ്പത്തിന് ആവശ്യമായ രീതിയിൽ ചെലവഴിക്കാതെ സ്വന്തമായിട്ടും അതുപോലെ തന്നെ മറ്റ് ആവശ്യക്കാർക്കും കൊടുക്കാതെ അതിനെ പിടിച്ചു വയ്ക്കുന്ന ബുഖ്ല് എന്ന് പറയുന്ന ഒരു രോഗമാണ്. അതും ഹൃദയത്തിൻ്റെ രോഗമാണ്. ഈ രോഗത്തെ നാം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനകത്ത്, ഹൃദയത്തിനകത്ത് ഉണ്ടോ എന്ന് നാം പരിശോധിച്ച്, പ്രിയമുള്ളവരെ, എത്രയും പെട്ടെന്ന് നാം ആ രോഗത്തിൽ നിന്ന് ചികിത്സിച്ച് മുക്തി നേടേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളെ ചികിത്സിക്കുന്നതിന് വേണ്ടി വിദഗ്ധന്മാരായ ഡോക്ടറുടെ അടുക്കലേക്ക് വലിയ വലിയ ഹോസ്പിറ്റലുകൾ തേടി നാം പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗത്തിൻ്റെ ചികിത്സ, അതെവിടെയാണ് ചികിത്സിക്കുന്നത്? അതിൻ്റെ മരുന്ന് എന്താണ്? പ്രിയമുള്ളവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഹൃദയത്തെ ബാധിക്കുന്ന ഓരോ രോഗത്തിനുമുള്ള മരുന്ന് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ഫബി തഖ്വല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കലാണ്. അവൻ നമ്മോട് നിർദ്ദേശിച്ച കൽപ്പനകളെ അനുസരിക്കലാണ്. അതുപോലെ തന്നെ അവൻ വിരോധിച്ച നിരോധനങ്ങളെ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നാം പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഫബി ദിക്രില്ലാ, അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയാണ്, ദിക്റാണ്. നാം ധാരാളം ദിക്റുകൾ ചെല്ലുന്നവരും ഒരുപാട് ദിക്റുകൾ മനഃപ്പാഠമുള്ളവരുമാണ്. പ്രിയമുള്ളവരെ, ഈ ദിക്ർ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മരുന്നാണ്. ധാരാളം ദിക്റുകൾ നാം ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയുള്ള സ്മരണ ഉണ്ടാവുകയും
അത് കാരണമായിട്ട് ഇങ്ങനെയുള്ള തെറ്റുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ സംരക്ഷിച്ച് അള്ളാഹുലായിട്ട് അവൻ്റെ സ്മരണയിലായിട്ട് കഴിഞ്ഞുകൂടാൻ നമുക്ക് സാധിക്കും. നാം പറഞ്ഞ ദിക്റിനെ പറ്റിയാണ്. പ്രിയമുള്ളവരെ, നിസ്സാരമായ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ദിക്ർ, അതിൻ്റെ മഹത്വം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ദിക്റിൻ്റെ പവർ എത്രത്തോളം ഉണ്ട് എന്ന്. നമുക്കെല്ലാം പരിചയമുള്ള ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ മിഅ്റാജിൻ്റെ രാത്രിയിൽ പോയപ്പോൾ ഞാനൊരു കടൽ കാണുകയുണ്ടായി. ആ കടലിൻ്റെ ആഴം എത്രയാണെന്നോ അതിൻ്റെ നീളവും വീതിയും എത്രയാണെന്നോ എനിക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. അത്രയ്ക്ക് വിശാലമായ വലിയ ഒരു കടൽ ഞാൻ കാണുകയുണ്ടായി. ആ കടലിൻ്റെ അങ്ങേ അറ്റത്ത് ഒരു പക്ഷിയുടെ രൂപത്തിലുള്ള ഒരു മലക്ക് നിൽക്കുന്നു. ആ പക്ഷിക്ക് 70,000 ചിറകുകളുണ്ട്. ഏതെങ്കിലും ഒരു അടിമ, ഒരു മനുഷ്യൻ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ മലക്ക്, ആ പക്ഷിയുടെ രൂപത്തിലുള്ള ആ മലക്ക് ഒന്ന് തയ്യാറാകും, ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടി നാമൊക്കെ ഒന്ന് റെഡിയാകുന്നത് പോലെ ആ മലക്ക്, ഒരു അടിമ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ മലക്ക് ഒന്ന് റെഡിയായിട്ട് നിൽക്കും. എന്നിട്ട് ആ അടിമ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ആ പക്ഷിയുടെ ചിറകുകൾ 70,000 ചിറകുകൾ അത് വിടർത്തുന്നതാണ്. എന്നിട്ട് ഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആ അടിമ പറഞ്ഞാൽ ആ പക്ഷി പറക്കുന്നതാണ്. ആ പക്ഷി അവിടെ നിന്നും പറക്കാൻ തുടങ്ങുന്നതാണ്. വഇദാ ഖാല അല്ലാഹു അക്ബർ, ഒരു അടിമ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഔകാ നഫ്സഹു ഫിൽ ബഹരി, ആ പക്ഷി ആ കടലിലേക്ക് ഊളിയിട്ട് മുങ്ങുന്നതാണ്. എന്നിട്ട് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ഒരു അടിമ പറഞ്ഞാൽ ആ മുങ്ങിയ, ആ കടലിലേക്ക് മുങ്ങിയ പക്ഷി പൊങ്ങി പുറത്തേക്ക് വരുന്നതാണ്. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ആ പക്ഷിയുടെ ചിറകിൽ നിന്ന് 70,000 തുള്ളികൾ ഇങ്ങനെ ഇറ്റ് ആ ഭൂമിയിലേക്ക് വീഴുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ തുള്ളിയിൽ നിന്നും ഓരോ മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ട് ആ മലക്ക് ഖിയാമത്ത് നാൾ വരെയും ഈ ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഈ മനുഷ്യനിക്ക് വേണ്ടി തഹ്ലീലും ഇസ്തിഗ്ഫാറുമായിട്ട് കഴിഞ്ഞുകൂടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. വളരെ നിസ്സാരമായ എളുപ്പമുള്ള ദിക്റാണ്. ഒരു പ്രാവശ്യം ഒരു അടിമ പറഞ്ഞാലാണ് ഇത്രയേറെ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആ രോഗങ്ങളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ഉത്തമമായ ഒരു മരുന്നാണ്, ഒരു പ്രതിവിധിയാണ് അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണ, ദിക്ർ എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ സ്മരണയിലായിട്ട്, ദിക്റിലായിട്ട് കഴിഞ്ഞുകൂടാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.